പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രം ഭവാനിയെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലേക്കാണ് വരാൻ പറയുന്നത്. വിക്രം ചോദിക്കുന്നുണ്ട്, എടാ നീയല്ലടാ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്, നീയും നിന്റെ സംഘവും. ഇത് കേട്ട് ഭവാനിക്ക് മനസ്സിലാവുന്നുണ്ട് വിക്രം എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു. അതെല്ലാം അറിയാൻ വേണ്ടി തന്നെയാണ് തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഉടനെ തന്നെ ഭവാനി പറയുന്നുണ്ട്, ഓ എല്ലാ വിവരങ്ങളും നീ അറിഞ്ഞു അല്ലേ, സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് നീ സംസാരിക്കുന്നത്. എല്ലാവരും നിന്നെപ്പറ്റി വളരെ പുകഴ്ത്തിയാണ് സംസാരിച്ചിരുന്നത്. ഏത് സത്യവും നീ കണ്ടുപിടിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത്ര പെട്ടെന്ന് നീ ഇത് കണ്ടുപിടിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്തായാലും സത്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നിനക്ക് എത്ര ലക്ഷം രൂപ വേണം? അതോ കോടികളോ? 1 കോടി, 2 കോടി? 2 കോടി മതിയോടാ വിക്രമേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, ദേ ഈ വാക്ക് വേറെ വല്ലവരുമാണ് എന്നോട് പറഞ്ഞിരുന്നതെങ്കിൽ അടിച്ചവൻ്റെ പല്ല് മുഴുവൻ ഞാൻ താഴെയിട്ടേനെ. നിന്നെ ഞാൻ ഒന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നറിയാവോ? നീ എൻ്റെ ശ്രീനിവാസൻ സാറിൻ്റെ ചേട്ടൻ്റെ മകനായി പോയി. നിന്നെ അടിച്ചാൽ അദ്ദേഹത്തിന് വേദനിക്കും. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. എന്തായാലും നീ വേഗം സ്ഥലം വിട്ടോ. എന്തായാലും ബോംബെ വിട്ട് ഇങ്ങോട്ടൊക്കെ ഓടി വന്നതല്ലേ, നിനക്ക് പറ്റിയ സ്ഥലം ഇതല്ല, അത് ബോംബെ തന്നെയാ. നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഇവിടെ നിന്ന് സ്ഥലം വിട്ടോളണം എന്ന് പറയുകയാണ്. എന്താ വിക്രം, നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണെന്ന് ഭവാനിയും ചോദിക്കുന്നുണ്ട്. ഭീഷണിയല്ല, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുകയാണെന്ന് വിക്രമും പറയുന്നുണ്ട്. ഇവിടം വിട്ട് എവിടെയും പോവില്ലെന്ന് ഭവാനി പറയുന്ന സമയത്ത് വിക്രമിന് പെട്ടെന്ന് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഓർക്കുന്നത്. ചേട്ടാ, അവനെ വിട്ടുകളയത്, അവനെ പിടിച്ചാൽ അവൻ്റെ കൈകാലുകൾ അടിച്ചു ഓടിക്കണം, അവനെ അത്രയ്ക്ക് എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്ന വാക്കുകൾ ഇങ്ങനെ ചെവിയിൽ കിടന്ന് മുഴങ്ങുകയാണ് വിക്രമിൻ്റെ. പെട്ടെന്ന് വിക്രം ഭവാനിയെ ഇടിച്ച് ഒരു പരുവമാക്കുന്നുണ്ട്. ഭവാനിയുടെ കൈ പിറകോട്ട് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എടാ ആരടാ നിൻ്റെ കൂടെ ഇതിനെല്ലാം കൂട്ടുനിന്നത്? ഇവിടെയുള്ള ആളുകളെയെല്ലാം അറിയുന്ന ആരോ ആണ് നിനക്ക് ഇതിന് കൂടെ നിന്നിട്ടുള്ളത്. അതെനിക്ക് മനസ്സിലാവുന്നതാണ്. നിനക്കൊറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് ഭവാനിയുടെ കൈ പിറകോട്ട് പിടിച്ച് വളയ്ക്കുന്നുണ്ട്. ഒടിക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ ഭവാനി നിലവിളിക്കുന്നുണ്ട്, വിക്രം പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ എല്ലാം പറയാം. വിക്രം, എൻ്റെ കൈ വേദനിക്കുന്നു. വേദനിക്കാൻ തന്നെയാടാ ഞാനിങ്ങനെ ചെയ്യുന്നത്, സത്യം പറയടാ എന്ന് പറയുമ്പോൾ ഭവാനി പറയുന്നുണ്ട്, അത് എനിക്കറിയത്തില്ല. പൈസ കൊടുത്ത ഒരാൾക്ക് ഞാൻ പൈസ കൊടുത്ത അയാളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. എല്ലാ വിവരങ്ങളും അയാളോട് ശേഖരിക്കാൻ പറഞ്ഞു, അയാളത് ചെയ്തു തന്നു. അയാൾ ആരാണോ എന്താണോ എന്ന് എനിക്കറിയില്ല എന്ന് കള്ളം പറയാണ് ഭവാനി. അങ്ങനെ വിക്രം പറയുന്നുണ്ട്, ശരി ഞാനത് ആരാണെന്ന് കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്നും പോകുന്നുണ്ട്. എന്നാൽ ഭവാനി ഉടനെ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എടാ നിന്നെ ഞാൻ അങ്ങനെ വിട്ടുകളയാൻ തീരുമാനിച്ചിട്ടില്ല. നീ ഈ വിവരങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ശ്രീനിവാസൻ സാറിനോട്, അതായത് എൻ്റെ ചേട്ടനോട് പറയാനുള്ള സാധ്യതയുണ്ട്, വലിയച്ഛനോട് പറയാനുള്ള സാധ്യതയുണ്ട്. അതിന് മുന്നേ തന്നെ ഞാൻ നിന്നെ തട്ടിക്കളയുമെന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഒരു ദിവസം രാവിലെ തന്നെ ഒരു ഷോപ്പ് ഉടമ നമ്മുടെ വേദയെ ശ്രീജയെ അന്വേഷിച്ചുകൊണ്ട് വരുന്നുണ്ട്. വേദ നല്ല ബഹുമാനത്തോടെ കൂടി ഓടി ചെല്ലുന്നുണ്ട്. സാർ കയറിയിരിക്കൂ, ഇതാണ് പിന്നെ ഇവിടുത്തെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പരിചയപ്പെടുത്തുവാണ്. ഞങ്ങൾ നെയ്റ്റി കൊടുക്കുന്ന കടയിലെ ഷോപ്പിലെ ഉടമസ്ഥനാണിതെന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും മാഷിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ തന്ന നൈറ്റികൾ പെട്ടെന്ന് തന്നെ വിറ്റഴിച്ചു. എനിക്ക് കുറച്ചുകൂടി ഓർഡർ തരാൻ, നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർഡർ തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നിങ്ങൾ തന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആയിരുന്നു, അതുകൊണ്ടാണ് അത് പെട്ടെന്ന് തന്നെ വിറ്റഴിഞ്ഞ് പോയത്. ഇനിയും അത് ചോദിച്ചിട്ട് ആൾക്കാർ വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് വേദയ്ക്കും ശ്രീജയ്ക്കും വളരെ സന്തോഷമാവുന്നുണ്ട്. വലിയൊരു ഓർഡറുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു 50 മാക്സിക്കുള്ള ഓർഡർ, നൈറ്റിക്കുള്ള ഓർഡർ നിങ്ങൾക്ക് ഞാൻ തന്നേക്കാം. എത്ര ദിവസം കൊണ്ട് നിങ്ങൾക്കത് ഷോപ്പിൽ എത്തിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്ന സമയത്ത് 50 എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നന്ദിനി അങ്ങ് കണ്ണ് തള്ളു കേട്ടോ പുറത്തേക്ക്. ശ്രീജയ്ക്കാണെങ്കിൽ സന്തോഷമാവുന്നുണ്ട്. പക്ഷേ 50 മാക്സി പെട്ടെന്ന് കൊടുക്കണമെന്ന് പറയുന്ന സമയത്ത് വേദയും ശ്രീജയും കൂടി പരസ്പരം ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് വേദ ഇങ്ങനെ കണ്ണുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഓക്കെ അല്ലേ ചേച്ചിന്ന്. ശ്രീജ തലയാട്ടുന്നുണ്ട്. അങ്ങനെ വേദ പറയുന്നുണ്ട്, ഓക്കെ സാർ, ഒരു 2 ദിവസം കൊണ്ട് ഒരു 20 മാക്സിയോളം ഞങ്ങളുടെ കയ്യിലുണ്ട്. ബാക്കി ഉള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ തയ്ച്ച് കടയിൽ ഷോപ്പിൽ എത്തിച്ചോളാം. സാർ, ഒരു കാര്യം പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, ഒരു 5000 രൂപ അഡ്വാൻസായി തരാനുണ്ടാവുമോ? കുറച്ച് മെറ്റീരിയൽസ് ഞങ്ങൾക്ക് പുറത്ത് പോയി കളക്ട് ചെയ്യേണ്ടതുണ്ട്, അതിന് വേണ്ടിയിട്ടായിരുന്നെന്ന് പറയുമ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ പറയുന്നുണ്ട്, നിങ്ങൾ ബിസിനസ് എല്ലാം പഠിച്ചു അല്ലേ?
ഞാൻ ഈ ഓർഡർ നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ എങ്ങനെ പറ്റിക്കുമോ എന്നുള്ളൊരു സംശയം, ഒരു ഡൗട്ട് കൊണ്ടല്ലേ നിങ്ങളിങ്ങനെ അഡ്വാൻസ് ചോദിച്ചതെന്നൊരു തമാശ മട്ടിൽ ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ വേദ പറയുന്നുണ്ട്, സാർ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ബിസിനസ്, അതുകൊണ്ട് കുറച്ച് മെറ്റീരിയൽസ് വാങ്ങാനുള്ള ഇതുകൊണ്ടാണ് ഇങ്ങനെ ക്യാഷ് ചോദിച്ചത് എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി തന്നെ 5000 രൂപ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും അദ്ദേഹം പോകുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ നന്ദിനി ചോദിക്കുന്നുണ്ട്, അമ്മേ ഈ നന്ദിനി ശ്രീ ചേച്ചി കിച്ചണിലെ ജോലികളെല്ലാം ഇങ്ങനെയാണെങ്കിൽ മറന്നു പോകുമെന്നാണ് തോന്നുന്നത്. ദേ ഇപ്പം തന്നെ കണ്ടില്ലേ, അവിടെ അരി വെള്ളത്തിലിട്ടിരിക്കുന്നത് അവിടെ ഇരിക്കുക, ഒന്നും അരച്ച് വെച്ചിട്ടില്ല, നാളെ ഇഡ്ഡലിക്ക് ഉണ്ടാക്കേണ്ടതാണ് എന്നിങ്ങനെ പറയുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, ശ്രീജെ എല്ലാം ശരിയാണ്, നീ കിച്ചണിലെ കാര്യം കൂടി നോക്കണം കേട്ടോ, എല്ലാം കൂടെ എനിക്ക് സാധിക്കത്തില്ല, അമ്മയ്ക്ക് വയ്യാത്തതല്ലേ എന്നിങ്ങനെ അമ്മ പറയുന്നുണ്ട്. അത് തന്നെ അമ്മേ ഞാനും പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അതിന്മേൽ പിടിക്കുന്നുണ്ട്. ഉടനെ തന്നെ ശ്രീജ പറയുന്നുണ്ട്, നന്ദിനി കാര്യമറിയാതെ സംസാരിക്കരുത്, ഞാൻ ആ ജോലികളെല്ലാം തീർത്തു വെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ കിച്ചണിലെ പാചകമെല്ലാം കഴിഞ്ഞിരിക്കുന്നു, അമ്മയ്ക്ക് പറ്റാവുന്ന ജോലികൾ മാത്രമേ ഞാൻ അവിടെ വെച്ചിട്ടുള്ളൂ. അത് എനിക്ക് കുറച്ച് അധികം തുണികൾ തയ്ക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വന്നതെന്നും നമ്മുടെ ശ്രീജ പറയുന്നുണ്ട്. ഉടനെ തന്നെ വേദ പറയുന്നുണ്ട്, ചേച്ചി നന്ദിനി ചേച്ചി പറയുന്നതൊന്നും ശ്രദ്ധിക്കണ്ട, അവരെ ഇത്രയും ഓർഡറുകൾ നമുക്ക് കിട്ടുന്ന സമയത്ത് അസൂയ തോന്നിയിട്ട് പറയുന്നതാ എന്നിങ്ങനെ പറയുകയാണ്. ശരിക്കും നമ്മുടെ നന്ദിനിക്ക് ഇവരോട് അസൂയ തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ 50 മാക്സി എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദിനി ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത് ഇത്രത്തോളം വലുതായി വരും ഈ ബിസിനസ് എന്നുള്ളത്. 1 2 അല്ലെങ്കിൽ 10 അതിൽ കൂടുതൽ കിട്ടത്തില്ല, ഇതെങ്ങ് അവസാനിക്കുമെന്നാണ് നമ്മുടെ നന്ദിനി വിചാരിച്ചിരുന്നത്. തനിക്ക് മുകളിൽ ആരും പറക്കുന്നത് നന്ദിനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ വേദ ശ്രീജയോട് പറയുന്നുണ്ട്, ശ്രീജി സന്തോഷമായില്ലേ, എനിക്ക് ഒരുപാട് സന്തോഷമായി, എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ മെറ്റീരിയൽസ് എല്ലാം എടുക്കണം, എത്രത്തോളം എടുക്കണമെന്ന് ചേച്ചി കണക്ക് കൂട്ടി നോക്കിയിട്ട് എന്നോട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി, നമുക്ക് പോയി എടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. മാഷിനും നമ്മുടെ വിശ്വത്തിനൊക്കെ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് വളരെ സന്തോഷമാകുന്നുണ്ട്. മാഷ് ചോദിക്കുന്നുണ്ട്, മോളെ 50 നൈറ്റി 2 ദിവസം കൊണ്ട് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണോ? പറ്റുന്നത് മാത്രമേ എടുക്കാവൂ, അങ്ങനെ ആളുകളെ പറ്റിക്കരുത്, വിശ്വാസവഞ്ചന ചെയ്യരുതെന്ന് മാഷ് പറഞ്ഞു കൊടുക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ വേദയാണ് പറയുന്നത്. വേദ പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഞാൻ കൂടി ശ്രീചേച്ചിയെ സഹായിക്കുന്നുണ്ട്. ശ്രീചേച്ചിക്ക് ഞാനാണ് നൈറ്റിക്കുള്ള തുണികളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുന്നത്, ചേച്ചി തയ്ക്കുന്നു, അങ്ങനെയാവുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ചെയ്തു കൊടുക്കാവുന്ന പണിയേ ഇവിടെയുള്ളൂ. എന്തായാലും ഞങ്ങളെല്ലാം ഏറ്റെടുത്ത് വലിയ വലിയ ഓർഡറുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുമ്പോൾ മാഷിന് നല്ല സന്തോഷമാവുന്നുണ്ട്. നമ്മുടെ വിഷുവും ചോദിക്കുന്നുണ്ട്, ശ്രീജെ ഈ പറയുന്നതൊക്കെ സത്യമാണോ, വേദയും നിന്നെ സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീജയും അത് ശരിവെക്കുകയാണ്. ഒരു ദിവസം വൈകിട്ട് രാധയും കൂട്ടിക്കൊണ്ട് രാധയുടെ അമ്മയും അച്ഛനും കൂടി ഒരു അമ്പലത്തിൽ വരുന്നുണ്ട്. രാധ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയ അമ്മേ പതിവില്ലാതെ അമ്പലത്തിലൊക്കെ, അതും കുടുംബസമേതം? ഉടൻ തന്നെ അമ്മ പറയുന്നുണ്ട്, എന്താ മോളെ അമ്പലത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും വേണോ? പിന്നെ ഇന്നൊരു കാരണമുണ്ടായിട്ട് തന്നെ വന്നിരിക്കുന്നത്, നിന്നെ പെണ്ണ് കാണാൻ ഒരു ചെറുക്കൻ വരും. ഇത് കേട്ടതും നമ്മുടെ രാധയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. രാധ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടോ എനിക്ക് വിവാഹം കഴിക്കണമെന്ന്. ഇത് കേട്ടിട്ട് അമ്മ ചോദിക്കുന്നുണ്ട്, ഒരു കുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞാൽ അതിന് പാലൂട്ടുക എന്നുള്ളത്, അതിന് ഭക്ഷണം കൊടുക്കുക എന്നൊക്കെയുള്ളത് ആ അമ്മ അറിഞ്ഞു ചെയ്യുന്ന കാര്യമാണ്. അതിൻ്റെ മുഖത്ത് നോക്കിയാൽ ആ കുട്ടിക്ക് എന്താണ് ആവശ്യമെന്നുള്ളത് ആ അമ്മയ്ക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് വയസ്സിന് മുതിർന്നു കഴിഞ്ഞാൽ, ആ കുട്ടിക്ക് പ്രായം എത്തിക്കഴിഞ്ഞാൽ വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ളത് ഒരു അമ്മയുടെയും അച്ഛൻ്റെയും കടമയാണ്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് ഒരു തുണയില്ലാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. ജീവിതാവസാനം വരെ സുഖത്തോടെ ജീവിക്കണമെങ്കിൽ, സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഒരു തുണ അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രാധയ്ക്ക് ഇതൊന്നും ചെവിക്കൊള്ളാൻ ഒരു ലക്ഷണവുമില്ല, ചെവിയിലൂടെ കയറുന്നു പോലുമില്ല. എന്നിട്ട് രാധ പറയുന്നുണ്ട്, ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുന്നുണ്ട്, അതെ എൻ്റെ വിവാഹം കഴിഞ്ഞതാ, ഞാൻ എൻ്റെ മനസ്സിൽ ഒരു പുരുഷനെ സ്ഥാപിച്ചു കഴിഞ്ഞു, ഇനി ആ സ്ഥാനത്തേക്ക് മറ്റൊരു പുരുഷനെ സ്ഥാപിക്കാൻ എനിക്ക് പറ്റത്തില്ല, ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, രാധേ നീ മറുത്തൊന്നും പറയരുത്, അവരിപ്പോൾ ഇങ്ങോട്ടേക്ക് വരും, നീ അവരോട് വണക്കം പറഞ്ഞിട്ട് നീ പൊക്കോ, ശരി എന്ന് പറയാണ്. അങ്ങനെ രാധ മനമില്ലാ മനസ്സോടെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഫാമിലി അങ്ങോട്ടേക്ക് വരുന്നത്. നമസ്കാരം എന്ന് പറയുന്ന സമയത്ത് രാധ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. അമ്മ നമസ്കാരം എന്ന് തിരിച്ചു പറയുന്നുണ്ട്.
എന്നാൽ ആ ചെറുക്കൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ഈ പെൺകുട്ടി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്, നമ്മൾ നമസ്കാരം പറഞ്ഞിട്ട് തിരിച്ചൊന്നും പറയുന്നില്ലല്ലോ. അപ്പോഴേക്കും രാധയുടെ വായിൽ നിന്നിങ്ങനെ തുരുതരാ വാക്കുകൾ വരാൻ തുടങ്ങി. അതെ, നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചപ്പോഴേക്കും വന്നത്? പെൺകുട്ടിക്ക് വിവാഹത്തിന് സമ്മതമാണോ എന്ന് നിങ്ങൾ അന്വേഷിച്ചോ? എൻ്റെ വിവാഹം കഴിഞ്ഞതാ. എൻ്റെ ഭർത്താവ് എന്നെ ഇട്ടേച്ച് ഓടിപ്പോയി. അതാണ് ഉണ്ടായത്. ഇനി എനിക്കൊരു വിവാഹമില്ല. എൻ്റെ ജീവിതത്തിൽ വിവാഹമേ ഞാൻ കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് കേട്ടതും അവരവിടെ നിന്നും ദേഷ്യപ്പെട്ട് രാധയുടെ അമ്മയോട് പറയുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ വിളിച്ചു വരുത്തി അപമാനിച്ചത്? നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ ഇത്രത്തോളം വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചെറുക്കനെ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. ശങ്കരനാരായണനും ശ്രീയും കൂടി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറുന്നുണ്ട്. അവിടുത്തെ ഓണർ വന്നിട്ട്, സാർ എല്ലാ ഡ്രസ്സും എടുത്തോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതല്ല. ശ്രീ പറയുന്നുണ്ട്, അച്ഛൻ എല്ലാ വർഷവും ഒരു ആശ്രമത്തിലെ 55 അന്തേവാസികൾക്ക് കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാറുണ്ട്. അതിനു വേണ്ടി വന്നതാണ്. എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിരിക്കണോ എന്ന് പറയുമ്പോഴേക്കും ഒരു പെൺകുട്ടി വന്നിട്ട് പറയുന്നുണ്ട്, സാർ ബില്ലടിക്കാൻ വേണ്ടി വരൂ, അവിടെ ഡ്രസ്സ് എടുത്തിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയാണ്. അങ്ങനെ ശ്രീയും നമ്മുടെ ശങ്കരനാരായണനും കൂടി അങ്ങോട്ട് ബില്ലടിക്കുന്ന സ്ഥലത്തേക്ക് നോക്കുന്ന സമയത്ത്, കൗണ്ടറിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ വേദയും ശ്രീജയും നിൽക്കുന്നത് കാണുവാണ്. പെട്ടെന്ന് ഓണറോട് ചോദിക്കുന്നുണ്ട് ശ്രീ, അതാരാണ്? ഓണർ പറയുന്നുണ്ട്, അത് നൈറ്റി ബിസിനസ് ചെയ്യുന്ന 2 സ്ത്രീകളാണ്. അവർ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നിന്നാണ് അവർ മെറ്റീരിയൽസ് എടുക്കുന്നത് എന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ശങ്കരനാരായണൻ ശ്രീയും വളരെ വിഷമത്തോടെ ഇങ്ങനെ വേദയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. എന്നാൽ വേദയും ശ്രീജയും ഇവരെ ആരെയും കാണുന്നുമില്ല.